ലാലേട്ടന്റെ പണിഷ്മെന്റ് ഒക്കെ കിട്ടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ആക്ച്വലി അതും എന്റെ പ്രതികരണം കൂടി പോയി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു റിയാലിറ്റി ഷോ ആണ്, എല്ലാവരും കാണുന്ന ഷോ ആണ്. അതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് പ്രതികരിച്ചത് ഒട്ടും കുറഞ്ഞു പറ്റില്ല. അത് റംസാൻ എവിടെ പറയുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മള് ഇഷ്യൂസ് ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്ത സംഭവങ്ങളൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. അല്ല, അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ റിയാലിറ്റി ഷോയുടെ ഒരു റൂട്ടാണ്, അത് എഗ്രിമെന്റിൽ തന്നെയുണ്ട്. സോ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഓഡിയൻസ് എന്ത് കാണുന്നു നോക്കിക്കഴിഞ്ഞാലാണ് ആ പേടി, ആ ടെൻഷൻ, ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് നമുക്കറിയാലോ. ഇപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു നോക്കിയാൽ പോരെ. റംസാൻ, ഒരു സെഗ്മെന്റും കൂടെ, ഒരു കോളേജ് ഫ്രണ്ട് എന്നുള്ളൊരു സെഗ്മെന്റ് ആണ്. അപ്പോ ആരെങ്കിലും വിളിച്ചിട്ട് ഒന്ന് ചോദിക്കാൻ റംസാനെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കട്ടെ. എന്നെ പറ്റി എന്റെ ഫ്രണ്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമല്ലേ പറയുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല, മോശം അഭിപ്രായം പറയുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആരെയാ നമ്മള് വിളിക്കുക? സനിയനെ അല്ലെങ്കിൽ ദിൽഷനെ ആരെങ്കിലും വിളിക്കോ? സനിയ എനിക്ക് തോന്നുന്നു എന്തോ ഷൂട്ടോ പരിപാടിയായിട്ട് നിൽക്കാണ്. ദിൽഷ പ്രാക്ടീസിലാണ്. ഓക്കെ, അപ്പൊ ആരെ നമുക്ക് വിളിക്കാൻ പറ്റാം? നമുക്ക് പ്രാക്ടീസ് മുടക്കി നോക്കാം. ഓക്കെ. അയ്യോ, വിളിക്കുമ്പോ തന്നെ മങ്കിന്ന് വിളിക്കും. അത് കേക്കണം. മാറ്റിക്കും. എടി, ഞാൻ ലൗഡ് സ്പീക്കറിലാണ്, ഇന്റർവ്യൂലാണ്. നീ പ്രാക്ടീസിലാ? ഇവരെ കോളേജ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ട് നിന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താണ് റംസാനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നെ കുറിച്ച് രണ്ടു വാക്ക് പൊക്കി പറയാൻ? ഇല്ല, അഭിപ്രായം പറഞ്ഞാൽ മതി, അത് പൊക്കി പറയണമെന്നില്ല. അഭിപ്രായം പറഞ്ഞാൽ മതി. എന്നെ പറ്റി പറഞ്ഞോ. മൊത്തത്തില് റംസാൻ കൊളാക്കല്ലേ, നീ എന്തെങ്കിലുമൊക്കെ പറ. ഓൾറെഡി ഇവിടെ ഷൂട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു, പറ. റംസാൻ എന്റെ നല്ല ഗുഡ് ഫ്രണ്ട് ആണ്. പിന്നെ നല്ല ഡാൻസർ ആണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഡാൻസർ റംസാൻ. പിന്നെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പം കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം. മതിയോ? ഇതിപ്പോ എന്നെ കുറിച്ചാണോ നിന്നെ കുറിച്ചാണോ? ഹായ് ദിൽഷ. ഹായ്. അതെ, റംസാന് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടോ? ഒരു വലിയ ഉപദേശം അന്നൊരു 2 ഉപദേശം പറയോ റംസാന് കൊടുക്കാനുള്ള? അതിൽ ഫസ്റ്റ് ഉപദേശം എന്താന്ന് അവനറിയാം. ഒന്ന് അവനോട് തന്നെ ചോദിച്ചു നോക്ക്. അതെന്താ? ദേഷ്യാണോ? കറക്റ്റ്. ഓക്കെ, അതിലെങ്ങനെയായിരിക്കും ദിൽഷ എങ്ങനെ ഉപദേശിക്കാൻ പോകുന്നത് ആ കാര്യത്തില്? ഇല്ല, ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ദേഷ്യം വരുമ്പോ ഞാൻ പറയാറുണ്ട്, നീ അതൊന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ അത്ര ഇതൊന്നുമില്ല, ഓക്കെയാണ്. ദിൽഷയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട്. റീൽസ് എടുക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് അവൻ വഴക്കാണ് കിട്ടാറ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഉപദേശം? രണ്ടാമത്തെ ഉപദേശം എന്താ പറയാ? ഇത് കഴിയുമ്പോ ഞാൻ അവനെ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഉപദേശം ഇത് തന്നെ. രണ്ടാമത്തെ ഉപദേശം നമുക്ക് ഇത് തന്നെ പറയാം. റീൽസ് എടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ എന്താ പറയാ, നീ ഇങ്ങനെ വഴക്ക് പറയാതെ കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ദിൽഷ, താങ്ക് യു സോ മച്ച്. പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ. ശരി. കേട്ടല്ലോ 2 ഉപദേശം. റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, കഥ കഴിഞ്ഞിട്ടില്ല. നമ്മള് ഡാൻസ് ഓക്കെ, നമ്മളിപ്പോ ചെയ്തതിൽ ഒരെണ്ണം മാത്രമാണ് റൊമാൻറ്റിക് ആണ് പെർഫോമൻസ് ചെയ്തെങ്കിലും ഒരെണ്ണം കുറച്ച് ഫോക്ക് ടൈപ്പ് മല്ലിപ്പൂ നമ്മൾ ചെയ്തു. അത് അടിപൊളിയായിരുന്നു. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മള് വേറൊരു ഡാൻസ് അന്ന് രാവിലെ ഷൂട്ട് ചെയ്യാൻ പോയി പാട്ട് കേട്ടു, വൈകുന്നേരം കോസ്റ്റ്യൂം എടുത്ത് അപ്പൊ ഷൂട്ട് ചെയ്ത് അപ്പൊ എടുത്തു. ആ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കിയാ പോലെ പഠിക്കാൻ പറ്റില്ല. നമ്മള് അത് ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ റീസെന്റ് ചെയ്ത സംഭവത്തില് അത് റൊമാൻറ്റിക് പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ ടെക്നിക്കലി അപ്പോൾ തിരിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല കുട്ടിയായിട്ട് എല്ലാം പഠിക്കും. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു ക്രൂവോ എനിക്കൊരു അങ്ങനെ ആരും ഇല്ല. അപ്പം നമ്മൾ തന്നെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം, നമ്മൾ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യണം, ക്യാമറ മാത്രം വേറെ ആൾ വരും. അപ്പോൾ പ്രോപ്പർട്ടി എടുക്ക് മാറിപ്പോവും. അപ്പം പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണം, കോസ്റ്റ്യൂം നമ്മൾ നോക്കണം, മേക്കപ്പ് നോക്കണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ആൾ തെറ്റിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരില്ലേ? അല്ല റംസാൻ, ചെറുതായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കിയ സംഭവം, എല്ലാം പെർഫെക്റ്റ് ആക്കിയതാ. എന്നിട്ട് തെറ്റിക്കുമ്പോൾ ഞാൻ പറയും
അതും ഞാൻ ദേഷ്യപ്പെട്ടല്ല പറയും, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ദേഷ്യമായിട്ട് തോന്നുന്നതാണ്. പക്ഷെ പാവം ഇങ്ങനെ ദേഷ്യപ്പെടരുതിട്ടാ. ദേഷ്യപ്പെട്ടില്ല ഞാൻ കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ചെയ്യാന്നാ അത് പറഞ്ഞേക്കുന്നത്. വെറുതെ തള്ളണ അങ്ങനൊന്നുമില്ല. ഓക്കെ. ദിൽഷ കരയോ പെട്ടെന്ന്? റംസാൻ വഴക്ക് പറയുമ്പോഴും കരയോ? ഞാൻ നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്യടി എന്ന് പറഞ്ഞാൽ മുഖം മാറും. മുഖം മാറും. ഓക്കെ. അപ്പൊ ഓക്കെ റംസാൻ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതില്. റംസാന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഡാൻസ് ഇനിയിപ്പോ നമുക്ക് അങ്ങനെ കഥക്ക് പഠിക്കാൻ പറ്റണേന്നുള്ളൊരു ആഗ്രഹം അതങ്ങനെ നിൽക്കുന്നു. ഉണ്ട്, അതെല്ലാം നടക്കട്ടെ. ഗ്രാജുവലി ആണല്ലോ. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നടക്കട്ടെ. അതുപോലെ തന്നെ മൂവി റംസാന്റെ ആഗ്രഹം പോലെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ റംസാന് ചെയ്യാൻ പറ്റട്ടെ. ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ. ഒരൊറ്റ റിക്വസ്റ്റ് ഉണ്ട്, ഈ റീൽസ് ഒക്കെ നിങ്ങൾ ആദ്യം ഒരു പ്രോമോ ഇറക്കില്ലേ, അത് കണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ അതിന്റെ ഫുൾ വീഡിയോ ഇറക്കിയേക്കണം. ഭയങ്കര ലേറ്റ് ആക്കി അങ്ങനെ ഒന്നും ചെയ്യരുത്.